നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇഡി സംഘത്തെ ആക്രമിച്ച CPM നടപടി പിണറായിക്കിട്ട് തിരിച്ചടിക്കുന്നു. വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ അതിവേഗം നീങ്ങുകയാണെന്ന അതീവ നിർണായക സൂചനകൾ പുറത്ത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനോ നേരിട്ടുള്ള അറസ്റ്റിനോ ഉള്ള നിയമപരമായ സാധ്യതകളാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ സജീവമായി പരിശോധിക്കുന്നത്. നാളെയാണ് നിയമസഭയിൽ പുതിയ UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം. അതിനു മുൻപ് ED CPMനിട്ട് വെടി പൊട്ടിച്ചാൽ കളി മാറും. EDയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആവലാതിയിൽ CPM കേന്ദ്രങ്ങൾ. വീണയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായെന്ന് ഉറപ്പായിരിക്കുന്നു. പിണറായി വിജയൻ നെട്ടോട്ടത്തിലാണ്. മകളെ രക്ഷിക്കാൻ ഓടുന്ന ഒരച്ഛന്റെ രോദനം. ഈ വിഷയം പാർട്ടിക്കാരെ ഇറക്കി കൈകാര്യം ചെയ്യാനുള്ള വേലത്തരമാണ് പിണറായി പയറ്റുന്നത്. തന്നെ വേട്ടയാടുന്നു, തന്നിലൂടെ പാർട്ടിയെ വേട്ടയാടുന്നു എന്ന പ്രതീതിയാണ് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് പിണറായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുന്നവർ മണ്ടന്മാരാണെന്ന് CPMലെ മറ്റു ചില നേതാക്കൾ പച്ചയ്ക്ക് തുറന്നടിക്കുന്നു. ആ നേതാക്കൾ ചോദിക്കുന്നു, പിണറായിയുടെ മകൾ നടത്തിയ അഴിമതിക്ക് പാർട്ടിയെ എന്തിന് ബലിയാടാക്കുന്നു എന്ന്. എന്നാൽ പിണറായി വിജയന്റെ ആനത്തല ബുദ്ധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ ഒരു ദിവസം തനിക്ക് അനുകൂലമാക്കി മാറ്റി. അണികൾ ഇന്നലെ മുതൽ പിണറായിക്ക് ജയ് വിളിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ സംഘം കട്ടയ്ക്ക് പിടിമുറുക്കിയിരിക്കുകയാണ്. ഊരിപ്പോകുക അത്ര എളുപ്പമൊന്നുമല്ല. റെയ്ഡിൽ പിടിച്ചെടുത്ത നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും കൊച്ചി ഓഫീസിൽ ഉദ്യോഗസ്ഥർ അതിവേഗം വിശകലനം ചെയ്തു വരികയാണ്. അന്വേഷണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്നിരുന്ന 18.36 കോടിയോളം രൂപ ED ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 242ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ് കേന്ദ്ര ഏജൻസി ഒരൊറ്റ നീക്കത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ 242ഓളം ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ CMRLന്റെയും വീണ വിജയന്റെയും ഉൾപ്പെടെയാണ്. ഈ അക്കൗണ്ടുകളിലൂടെയുള്ള കോടികളുടെ പണമിടപാടുകളുടെ ഉറവിടം വ്യക്തമായാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് കേന്ദ്രം കൃത്യമായ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അറസ്റ്റ് തടയുന്നതിനായി വീണ വരും ദിവസങ്ങളിൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കും എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായതിനാൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുക മാത്രമാണ് പ്രതിഭാഗത്തിന് മുന്നിലുള്ള വഴി. എന്നാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി ചെറുക്കാനും കൃത്യമായ തെളിവുകൾ നിരത്തി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമാണ് EDയുടെ നീക്കം. പിണറായി വിജയന്റെ മകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ CPM അതിനെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കും എന്നതും കേരളം ഉറ്റുനോക്കുകയാണ്. അതായത് കേസിലെ പ്രധാന പ്രതിപട്ടികയിലുള്ളവരിൽ വീണ വിജയനും ഉണ്ട്. പിണറായി വിജയനെ ചോദ്യം ചെയ്തുവെങ്കിലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി ലക്ഷ്യം വെച്ചെത്തിയത് വീണ വിജയനെ തന്നെയാണ്. എന്നാൽ പിണറായി വിജയൻ അതിനെ പുറത്ത് ഒരു വലിയ കലാപത്തിലേക്ക് കൊണ്ടെത്തിച്ച് തന്നെ വേട്ടയാടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി വെച്ചു. അർദ്ധരാത്രിയിൽ ED നടത്തിയത് അമ്പരപ്പിക്കുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് കൊച്ചി ED ഓഫീസിൽ ലഭിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ശേഷമായിരുന്നു. ആ ഒറ്റ രാത്രി കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച നിർണായകമായ റെയ്ഡിന് ED തീരുമാനമെടുത്തത്. അതിവേഗത്തിലുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായ ചില സമയക്കൂട്ടുകൾ കൂടി ED കണക്കുകൂട്ടിയിരുന്നു. വിധി വന്നതിന് തൊട്ടടുത്ത 2 ദിവസം ഹൈക്കോടതി അവധിയാണെന്ന പെർഫെക്റ്റ് ടൈമായിരുന്നു ഈ അർദ്ധരാത്രി ഓപ്പറേഷന് പിന്നിലെ പ്രധാന കാരണം. കോടതി അവധിയായതിനാൽ പ്രതിഭാഗത്തിന് പെട്ടെന്ന് മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കഴിയില്ലെന്ന് ED ഉറപ്പിച്ചിരുന്നു. കേരളത്തിലും ബംഗളൂരുവിലുമായി 10 ഇടത്താണ് ഒരേ സമയം റെയ്ഡ് പ്ലാൻ ചെയ്തത്. ഇതിനായി ഡൽഹിയിലെ ED ആസ്ഥാനത്ത് നിന്ന് അടിയന്തര അനുമതി വാങ്ങുകയും 50ലേറെ ഉദ്യോഗസ്ഥരെ വിവിധ സംഘങ്ങളായി തിരിച്ച് ഒരുക്കുകയും വേണമായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കോടതി ഉത്തരവ് കിട്ടിയതു മുതൽ ബുധനാഴ്ച രാവിലെ 7-ന് റെയ്ഡ് തുടങ്ങുന്നത് വരെയുള്ള ആ 11 മണിക്കൂർ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതീവ നിർണായകമായിരുന്നു. ഒരു വിവരവും പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കാനുള്ള എല്ലാ നീക്കവും കൊച്ചി ഓഫീസിൽ നടന്നിരുന്നു. നമുക്കറിയാം, കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അപ്പോൾ കൊച്ചിയിൽ നടന്ന ഈ ഒരു നീക്കം അത് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പ്
വകുപ്പിനെ പോലും അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ ഏർപ്പെടുത്തുന്നതിൽ പോലും പാളിച്ച സംഭവിച്ചത്. കാരണം ആർക്കെങ്കിലും വിവരം കൈമാറിയിരുന്നുവെങ്കിൽ ഈ റെയ്ഡിന്റെ വിവരങ്ങൾ ചോർന്നു പോകുമായിരുന്നു. അങ്ങനെ ഒരു തരത്തിലും ചോരാതെ വെളുപ്പാങ്കാലത്ത് പിണറായി വിജയന്റെ വീട്ടിൽ കയറി ചെല്ലുകയായിരുന്നു ED സംഘം. റെയ്ഡ് വിവരം ചോർന്നാൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിരോധവും തെളിവ് നശിപ്പിക്കലും ഉണ്ടാകുമെന്ന് ED സംഘം മുൻകൂട്ടി കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി ഓഫീസിലെ വളരെ ചുരുക്കം ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഇതിന്റെ ഒരു പൂർണ്ണ രൂപം അറിയാമായിരുന്നത്. 2 വർഷം മുൻപാണ് CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാടിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ വരുന്നത്. CMRLന്റെയും ഉദ്യോഗസ്ഥരുടെയും ആ ഹർജി ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തള്ളിയത് ചൊവ്വാഴ്ചയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് ഔദ്യോഗികമായി കൈപ്പറ്റാൻ രാത്രി വൈകുന്നതുവരെ ED സംഘത്തിന് കാത്തിരിക്കേണ്ടി വന്നു. അവർ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയതോടെ ED കൊച്ചി ഓഫീസിലെ യൂണിറ്റ് 4ന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ S. സിമിയുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത്. CMRL കമ്പനിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള സാധ്യതകളേറെയായിരുന്നു. ഈ കണക്കുകൂട്ടലിലാണ് അവർ കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിവേഗത്തിലുള്ള റെയ്ഡ് ED ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ പ്രതിഭാഗത്തിന് സമയം നൽകരുത് എന്നതായിരുന്നു EDയുടെ തന്ത്രം. അതിനപ്പുറം കേസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ പരിധിയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തൽ കൂടി ഈ റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഇവിടെ ഈ റെയ്ഡ് വിവരങ്ങൾ ചോർന്നു പോയാൽ ഒരുപക്ഷെ വീണ വിജയനെ കടൽ കടത്താനും സാധ്യതയുണ്ടായിരുന്നു. അതായത് വിദേശത്തേക്ക് വീണ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. കാരണം വിദേശത്ത് നല്ല പിടിപാടുള്ള ആളാണല്ലോ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ എല്ലാം അതീവ രഹസ്യമായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് പൂർണ്ണ സമ്മതം കിട്ടിയതോടുകൂടി വലിയ ആശ്വാസത്തിലാണ് ED സംഘം. ഇനി അവർക്ക് മുന്നിലേക്ക് പോകാം. നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. ഒരു വിവര സാങ്കേതിക വിദ്യ സംബന്ധിച്ച കൺസൾട്ടൻസി സേവനം നൽകാതെ CMRLൽ നിന്ന് 2.78 കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതും മറ്റ് ഉപകമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വായ്പയായി വാങ്ങിയതുമെല്ലാം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന് ED ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ CMRL വ്യാജമായി പിൻവലിച്ച് വിവിധ വ്യക്തികൾക്ക് നൽകിയെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ കൂടി EDക്ക് മുന്നിലുണ്ട്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും മകൻ ശരൺ കർത്തയും ചേർന്ന് മാത്രം ഡിവിഡന്റ് നൽകാതെ 30.63 കോടി രൂപ കൈപ്പറ്റിയതായും ശശിധരൻ കർത്തയുടെ കുടുംബത്തിന്റെ കീഴിലുള്ള ഗതാഗത കമ്പനികൾക്ക് മാത്രം 91 കോടിയോളം രൂപ നൽകിയതായും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം കണ്ടെത്തലുകൾ ഭരണകക്ഷിയായ CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അക്കൗണ്ടുകൾ ലോക്ക് ചെയ്തതോടെ പണത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടായിരുന്നു എന്ന് കൃത്യമായി കണ്ടെത്താൻ EDക്ക് സാധിച്ചിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും പട്ടിക ED തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇത് മുന്നണി വ്യത്യാസമില്ലാതെ പല പ്രമുഖരെയും വെട്ടിലാക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിൽ നടന്ന പരിശോധന കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ അക്രമം കേസിനെ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ഒരു സംഘം ആളുകൾ കമ്പികളും കല്ലുകളുമായി ED ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങളുടെയും വാഹനങ്ങൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന വിലയിരുത്തലിൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ നിർണായക നീക്കങ്ങൾക്കും തദ്ദേശീയ പോലീസിനെ പൂർണ്ണമായി ഒഴിവാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര സേനയെ ഇറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ തായ്ക്കണ്ടിയിൽ വീണയെ ലക്ഷ്യമിട്ട് ED സംഘം എത്തുമ്പോൾ തോക്കേന്തിയ കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അവർ വന്നിറങ്ങുക. സംഭവത്തിൽ തിരുവനന്തപുരം പോലീസിൽ ED ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ നാടകീയമായ പല രംഗങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. കേന്ദ്ര സംഘങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം സംസ്ഥാന പോലീസിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ക്രമസമാധാന പാലനത്തിൽ കേരള പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് നേരിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കും വാഹനങ്ങൾക്ക് നേരെ CPM പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടിട്ടും പോലീസ് നോക്കുകുത്തിയായി നിന്നത് അതീവ ഗുരുതരമായ വീഴ്ചയായിട്ടാണ് കേന്ദ്രം കണ്ടിരിക്കുന്നത്. ഇതോടെ ഇനി കേരളത്തിൽ ED നടത്തുന്ന എല്ലാ റെയ്ഡുകൾക്കും മതിയായ കേന്ദ്ര സുരക്ഷ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. CRPF ഒക്കെ എത്തും എന്നുള്ളതാണ്. തോക്കേന്തിയ സംഘത്തെ തന്നെയാണ് കേരളത്തിൽ ഇനി റെയ്ഡിന് ഇറക്കുക.
ഈ പറയുന്നത് പോലെ ED സംഘത്തെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവുമായി വന്നാൽ കൂടുതൽ സംസാരവും പറച്ചിലും ഒന്നുമില്ല, വെടിയായിരിക്കും. കാരണം ഉദ്യോഗസ്ഥരെ അവരുടെ അന്വേഷണവും തടസ്സപ്പെടുത്തുന്ന നിലയുണ്ടായിക്കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമോ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സൈന്യത്തിന് വെടിവെക്കാനുള്ള എല്ലാ ഉത്തരവും കൊടുത്തിട്ടാണ് അവരെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ രക്തസാക്ഷികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. CPM കണക്ക് കൂട്ടുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു രക്തസാക്ഷിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബിൽഡപ്പ് ആയേനെ കാര്യങ്ങൾ. എന്തായാലും പിണറായി വിജയന്റെ ആ കുരുട്ട് ബുദ്ധി നല്ല ഒന്നാന്തരമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് തലസ്ഥാനം കഴിഞ്ഞ ദിവസം ഒരു സമരവേലിയേറ്റത്തിന്, പ്രതിഷേധത്തിന്, കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.